അമേരിക്ക ഒരു മൈൻക്രാഫ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അപ്പോഴാണ് അവർ മഞ്ഞുങ്ങൾക്കടിയിൽ ഒരു രൂപം കണ്ട് അതിനെ നമ്മിപ്പോൾ എല്ലാവരും വിളിക്കൽ ജൈൻറ്റ് എലക്സ് എന്നാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ MC ഗെയിമുമായിട്ട്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുകയാണ് അപ്പോൾ അതിലെല്ലാം വിപരീതമായിട്ട് ഒരു ക്രീപ്പി പാസ്ത സ്റ്റോറി അബൌട്ട് ജൈൻറ്റ് എലക്സ്. അപ്പം അധികം പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. അപ്പോൾ ഈ ജൈൻറ്റ് എലക്സ് പറഞ്ഞാൽ ജാവ എഡിഷൻ 1.12.2 പറഞ്ഞിട്ടുള്ള വെർഷനിലാണ് കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടിച്ച ആളെ പേരാണ് വൈൽഡ് ഡോഗ് XD. ഓനൊരു യൂട്യൂബറാണ്. പിന്നെ ഇത് ആൾക്കാർ പറയുന്നത് ഇത് ഒരു ഗ്ലിച്ചാണ്, അതാണ് ഇതാണ്. ഒന്ന് രണ്ട് ഓൻ്റെ ഒറിജിനൽ സൈറ്റിങ്ങും ഉണ്ട് യൂട്യൂബിൽ. ഞാൻ വേണമെങ്കിൽ ഓൻ്റെ ലിങ്ക് വരെ അയച്ചുതരാം ഡിസ്ക്രിപ്ഷനിൽ. ഇതാണ് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ക്രീപ്പി പാസ്റ്റാണ്. ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ ജയൻറ്റ് സോംബീൻ്റെ അത്രയും ഉണ്ട്, അതായത് 12 ബ്ലോക്സ്. ഇത് പറഞ്ഞാൽ നമുക്കൊന്ന് ജാവയിൽ ഒരു സെറ്റ് സീഡിൽ കിട്ടുമല്ലോ. ആ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാരണം അവൻ എങ്ങനെ കണ്ടാൽ പറഞ്ഞാൽ ഓൻ്റെ റെൻഡർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2 ചങ്ക്സിലായിട്ടായി. കാരണം എൻ്റെ ഡിവൈസിൻ്റെ കേപ്പബിലിറ്റി വളരെ കുറവായിരുന്നു, അതായത് എൻ്റെ മാതിരി. പിന്നെ ആ രൂപം കണ്ട പറഞ്ഞാൽ ഒരു സ്വാം ബയോമിൻ്റെ അടുത്താണ്. ഈ ജൈൻറ്റ് എലക്സിനെ സ്വാം ബയോമിൻ്റെ ഗേറ്റ് കീപ്പർ വേണമെങ്കിൽ പറയാം നമുക്ക്. ഇതിനെ കാണുന്നു പറഞ്ഞാൽ നമ്മളെ എലക്സ് മാതിരിയാണ്. യെസ്, എലക്സ് മാതിരി. എലക്സ് മൊത്തം ബ്ലഡ് കൊണ്ട് കവർ ചെയ്ത് എന്തോ ഒരു ക്രീപ്പി ലുക്കാണ് ഇതിൻ്റെ. അതുകൊണ്ട് ആ പയ്യൻ രൂപത്തിനെ കണ്ടാടും അവൻ്റെ വീട്ടിലേക്ക് ഓടീനി. അതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കേസ്റ്റ് എൻറ്റിറ്റി. അതിൻ്റെ ഐസ് എല്ലാം പറഞ്ഞ ഒരു ബ്ലാക്ക് ഐസാണ്, ഭയങ്കര ക്രീപ്പി ലുക്കാണ് അതിൻ്റെ. അതുകൊണ്ട് പ്ലേയേഴ്സ് ഓടിപ്പോയിനി ഇത് കണ്ടുപിടിച്ചാടും. പിന്നെ ഈ ക്രിയേച്ചർ ആര് ആക്രമിച്ചായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. ഇതാന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലേയേഴ്സിനെ വാച്ച് ചെയ്യും. ഇത് പറഞ്ഞാൽ നമ്മളെ പ്ലേയേഴ്സിനെ ഫോളോ ചെയ്യുന്നതാണ്. ആക്രമിച്ച ഇതുവരെ ആരും ഒന്നും കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആരെങ്കിൽ ഈ ജൈൻറ്റ് എലക്സിൻ്റെ പുറകെ ചെന്നാൽ അവരെ ഗെയിം ക്രാഷ് ആവുമെന്നാണ് പറയുന്നത്. യെസ്, ആ വൈൽഡ് ഡോഗ് XDക്ക് അങ്ങനെ ഉണ്ടായിന്, അവൻ്റെ ഗെയിം ക്രാഷ് ആയിന്. പിന്നെ 3/2 അതിൻ്റെ കാൽപ്പാടത്തിൻ്റെ നീട്ടാണ്. യെസ്, അതിൻ്റെ കാൽപ്പാടം പറഞ്ഞാൽ 3/2 ഇതിലാണ്. പിന്നെ അതിൻ്റെ കാൽപ്പാടം പറഞ്ഞാൽ 2 ബ്ലോക്ക് താഴ്ചയുണ്ട്. ജൈൻറ്റ് എലക്സ് മെയിൻ ലാൻഡിൽ എവിടേക്കോ ചുറ്റിക്കറങ്ങി നടക്കുന്നതാണ് ആൾക്കാർ വിശ്വസിച്ച്. ശരിക്കും ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ജൈൻറ്റ് എലക്സ് പറഞ്ഞ ഒരു സെറ്റ് സീഡിൽ കിട്ടുന്നതാണ് ജാവ എഡിഷൻ 1.20.2. ഇത് പറഞ്ഞാൽ ഒന്നും ഹേർട്ടൊന്നും ചെയ്യില്ല, ബട്ട് പ്ലേയേഴ്സിനെ വാച്ച് ചെയ്യും. ഇതെല്ലാ സമയത്തും വാച്ച് ചെയ്യും. പിന്നെ പ്ലേയേഴ്സിൻ്റെ പിന്നാലെ വരും. ഇത് മെയിൻലി കാണൽ പറഞ്ഞാൽ സാം ബയോമിലാണ്. ഈ എൻറ്റിറ്റീനെ വേണമെങ്കിൽ സ്വാം ബയോമിൻ്റെ ഗേറ്റ് കീപ്പർ വേണമെങ്കിൽ പറയാം നമുക്ക്. യെസ്, ഗേറ്റ് കീപ്പർ, അതായത് നമ്മളെ ഇങ്ങനെ സെക്യൂരിറ്റി ഗാർഡ് പോലത്തെ ഇല്ലേ, സ്വാമ്പിൻ്റെ അതേമാതിരി. പിന്നെ നിങ്ങൾക്ക് ജൈൻറ്റ് എലക്സ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ജാവ എഡിഷനിൽ പോവുക, പിന്നെ 1.12.2 എടുക്കുക. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു സെറ്റ് സീഡ് ഉണ്ടാവും, അതിൽ അത് നിങ്ങൾ മൈൻക്രാഫ്റ്റിൽ ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആ വൈൽഡ് ഡോഗ് XDൻ്റെ ആ വീഡിയോ ആണ്, ഓൻ എവിടെയാണ് പോയത്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഇല്ല. അപ്പം എനിക്കൊന്നും അറിയില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറ എന്നാൽ നിങ്ങളെ ഒപ്പീനിയൻസ്. ജൈൻറ്റ് എലക്സ് റിയൽ ആണോ ഫേക്ക് ആണോ എനിക്കറിയില്ല. ഇത് നിങ്ങൾ കാണുമായിരിക്കും, യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് ഇതിനെപ്പറ്റി. ചിലവർ പറയുന്നത് ഫേക്കാണ്, ചിലവർ പറയുന്നത് റിയൽ ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്നാ തോന്നി ഇത് റിയൽ ആണോ ഫേക്കാണോ കമൻസിൽ പറ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതേമാതിരി സ്പൂക്കി സ്കാരി വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റിൽ ഇട്ടാൽ നമുക്ക് വേണമെന്ന് വേണ്ട എന്ന്. അപ്പോൾ കാണാൻ അടുത്തൊരു പുതിയ കിഡ്കാസ്റ്റ് വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.